ഹായ് നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ കമ്പനികളിൽ ഒന്നിനെക്കുറിച്ചുള്ള ഒരു ഞെട്ടിക്കുന്ന ആരോപണത്തെപ്പറ്റിയാണ്. സത്യം പറഞ്ഞാൽ കേൾക്കുമ്പോൾ ഇത് വിശ്വസിക്കാൻ പോലും പ്രയാസം തോന്നും. നമുക്ക് ഈ ഒരു ചോദ്യത്തോട് തന്നെ തുടങ്ങാം. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ സ്വന്തം വീട് കൊള്ളയടിക്കാൻ ഒരാളെ പഠിപ്പിക്കാനായി നിങ്ങൾ അയാൾക്ക് പണം കൊടുക്കുമോ? ഇല്ലല്ലേ? ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലല്ലേ? പക്ഷേ നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ലോകപ്രശസ്തമായ ഒരു സോഫ്റ്റ്വെയർ കമ്പനി ഏതാണ്ട് ഇതേപോലൊരു പണിയാണ് ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ ഉയർന്നുവരുന്ന ഒരാരോപണം. അതെ, നമ്മൾ സംസാരിക്കുന്നത് മറ്റാരെക്കുറിച്ചുമല്ല, അഡോബിയെക്കുറിച്ചാണ്. സ്വന്തം സോഫ്റ്റ്വെയർ തന്നെ മോഷ്ടിക്കാൻ അല്ലെങ്കിൽ പൈറേറ്റ് ചെയ്യാൻ അഡോബെ ആളുകൾക്ക് പണം കൊടുക്കുന്നു എന്ന ഈ അവിശ്വസനീയമായ ആരോപണത്തിന്റെ ഉള്ളറകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്താണ് ഈ ആരോപണം എന്ന് സിമ്പിളായിട്ട് പറയാം. അഡോബിയുടെ ഫോട്ടോഷോപ്പ്, പ്രീമിയർ പ്രോ പോലെയുള്ള വില കൂടിയ സോഫ്റ്റ്വെയറുകളില്ലേ, ഇതൊക്കെ എങ്ങനെ പൈറേറ്റഡ് ആയിട്ട്, അതായത് പൈസ കൊടുക്കാതെ നിയമവിരുദ്ധമായി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാമെന്ന് പഠിപ്പിക്കുന്ന യൂട്യൂബർമാർക്കും ഇൻഫ്ലുവൻസർമാർക്കും അഡോബി തന്നെ രഹസ്യമായി പണം നൽകുന്നു. ഇതാണ് സംഭവം. ഇതൊരു വെറും ഗോസിപ്പല്ല, വളരെ ഗൗരവമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. ശരി, അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്തിനാണൊരു കമ്പനി സ്വന്തം പ്രോഡക്റ്റ് മോഷ്ടിക്കാൻ കൂട്ടുനിൽക്കുന്നതെന്ന്. അവിടെയാണ് ഇതിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഭാഗം. ഇതൊരു അബദ്ധമല്ല, മറിച്ച് വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു ബിസിനസ് തന്ത്രമാണെന്നാണ് പറയപ്പെടുന്നത്. എങ്ങനെയാണ് പൈറസി എന്ന വലിയൊരു പ്രശ്നത്തെ അവർക്ക് കസ്റ്റമേഴ്സിന് കിട്ടാനുള്ളൊരു വഴിയാക്കി മാറ്റാൻ പറ്റുന്നത്? നമുക്ക് നോക്കാം. ഈ തിയറി അനുസരിച്ച് സംഭവം വളരെ സിമ്പിളാണ്. അഡോബി പൈറസിയെ കാണുന്നത് ഒരു ശത്രുവായിട്ടല്ല, മറിച്ച് ഭാവിയിൽ തങ്ങൾക്ക് പണം തരാൻ പോകുന്ന കസ്റ്റമേഴ്സിനുള്ള ഒരു ഫ്രീ ട്രെയിനിംഗ് സെന്റർ ആയിട്ടാണ്. ഈ ഒരു സ്ട്രാറ്റജിയെ നമുക്ക് പൈറസി ഫണൽ എന്ന് വിളിക്കാം. ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, സ്റ്റെപ്പ് 1, സ്റ്റുഡൻസും പുതിയതായി പഠിക്കുന്നവരുമൊക്കെ ₹1 പോലും മുടക്കാതെ പൈറേറ്റഡ് വേർഷൻ ഉപയോഗിച്ച് ഈ സോഫ്റ്റ്വെയറുകൾ പഠിക്കുന്നു. അങ്ങനെ പതിയെ പതിയെ സ്റ്റെപ്പ് 2ലേക്ക് എത്തുന്നു. അവർ ഈ സോഫ്റ്റ്വെയറുകളിൽ എക്സ്പേർട്ടാവുന്നു, അതിനെ പൂർണ്ണമായി ആശ്രയിക്കാൻ തുടങ്ങുന്നു. അടുത്ത സ്റ്റെപ്പിൽ അവരൊരു ജോലിക്ക് കയറുന്നു, പ്രൊഫഷണൽ ആവുന്നു. അപ്പോൾ പിന്നെ പൈറേറ്റഡ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, നിയമപരമായി ലൈസൻസ് വേണം. അപ്പോൾ എന്ത് സംഭവിക്കും? അവസാനത്തെ സ്റ്റെപ്പ്, അവർക്ക് ഏറ്റവും നന്നായി അറിയാവുന്ന, വർഷങ്ങളായി ഉപയോഗിച്ച് ശീലിച്ച അഡോബിയുടെ ഒറിജിനൽ സബ്സ്ക്രിപ്ഷൻ തന്നെ അവർ പൈസ കൊടുത്തു വാങ്ങുന്നു. കണ്ടില്ലേ, എന്തൊരു ബ്രില്യന്റ് ലോങ് ടേം പ്ലാൻ! പക്ഷേ ഈ ബിസിനസ് പ്ലാൻ കേൾക്കാൻ കൊള്ളാമെങ്കിലും ഇതിന് വളരെ സീരിയസ് ആയി ചില ധാർമ്മിക പ്രശ്നങ്ങളുണ്ട്. എന്തുകൊണ്ടാണിത് ഇത്ര വലിയൊരു വിവാദമാകുന്നത് എന്ന് കൂടി നമ്മൾ അറിയണം. ഒന്നാമത്തെ കാര്യം, കൃത്യമായി എല്ലാ മാസവും പൈസ കൊടുത്ത് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവരോട് ചെയ്യുന്നൊരു അനീതിയല്ലേ ഇത്? രണ്ടാമതായി, സോഫ്റ്റ്വെയർ മോഷണം എന്നു പറയുന്നത് ഒരു